ഏതായാലും എന്താണ് എംബോക്സ് എന്ന് പരിശോധിക്കാം. എന്തെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഇതിന്റെ ചികിത്സ എങ്ങനെയാണ്? 24 എക്സ്പ്ലെയിനർ. 1958 ഡെൻമാർക്കിൽ പരീക്ഷണങ്ങൾക്കായുള്ള കുരങ്ങുകളിലാണ് മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത്. 1970 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിലാണ് ആദ്യമായി രോഗം മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വസൂരിക്ക് കാരണമാകുന്ന ഓർത്തോപോക്സ് വൈറസ് ജനസിൽപ്പെട്ടതാണ് മങ്കി പോക്സ് വൈറസ്. ക്ലേഡ് 1, ക്ലേഡ് 2 എന്നിങ്ങനെ 2 വകഭേദങ്ങളാണ് ഈ വൈറസിനുള്ളത്. വൈറസ് ബാധയുണ്ടായാൽ 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. കടുത്ത പനി, പേശീവേദന, ലിംഫ് നോഡുകളിലെ വീക്കം, തലവേദന, ത്വക്കിൽ പഴുപ്പും ചൊറിച്ചിലും വേദനയുമുള്ള കുമിളകൾ, തടിപ്പുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. അണുബാധിതരായവരുമായോ രോഗം ബാധിച്ച മൃഗങ്ങളുമായോ ഉള്ള ശാരീരിക സമ്പർക്കത്തിലൂടെ ഈ രോഗം പകരാം. കുരങ്ങ് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും. വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സയില്ല എന്നോർക്കുക. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക, രോഗം മൂലമുള്ള സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എംപോക്സ് ലക്ഷണങ്ങൾ ഉള്ളയാളെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും നിരീക്ഷണത്തിൽ വയ്ക്കുകയും വേണം. എംപോക്സ് ബാധിതനാണെങ്കിൽ വ്രണങ്ങളും തടിപ്പുകളും പൂർണ്ണമായും ഇല്ലാതാകും വരെ മറ്റുള്ളവരിൽ നിന്നും അകൽച്ച പാലിക്കണം. രോഗം ഭേദമാകാൻ 2 മുതൽ 4 ആഴ്ച വരെ സമയമെടുത്തേക്കും. എംപോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള വാക്സിനുകളുണ്ട്. MVABN, LC16, ACAM 2000 എന്നീ 3 വാക്സിനുകളാണ് എംപോക്സിനെതിരെ WHO ശുപാർശ ചെയ്യുന്നത്. എംപോക്സ് ഉള്ള ആളുമായി സമ്പർക്കം പുലർത്തിയാൽ 4 ദിവസത്തിനുള്ളിൽ വാക്സിൻ നൽകണം. 2022 ക്ലേഡ് 2B വൈറസ് വകഭേദമാണ് രോഗവ്യാപനത്തിന് കാരണമായതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപനശേഷിയുള്ള ക്ലേഡ് 1B വകഭേദമാണ് വ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത പഴയ വകഭേദത്തിനേക്കാൾ 10% കൂടുതലുമാണ്.